ഇങ്ങനെ ഒരു സൈഡിൽ ഒരുപാട് കയ്യടികൾ ചേട്ടന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊരു സൈഡിൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ദീപക് ദേവ് ഈ സിനിമയെ നശിപ്പിച്ചു. പുള്ളി എന്താണ് ചെയ്തത്? പുള്ളി എന്ത് മ്യൂസിക്കാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്? ഇങ്ങനെയുള്ള കുറേ കമന്റുകൾ ഞാൻ കാണുന്നു. അത് സത്യം പറഞ്ഞാൽ എന്താ ചേട്ടാ ഞെട്ടുന്നുണ്ടോ ഇത് കാണുമ്പോൾ? ഞെട്ടെന്ന് പറഞ്ഞാല് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറയില്ലേ. ഇതിന്റെ നടുക്കാരും ഒന്നും പറയുന്നില്ല. ഇഷ്ടപ്പെട്ടവര് എന്ത് രസം, വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പറയാ. അതൊരു വലിയ വിഭാഗം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മൾ ഈ ആൾക്കാരോട് ചോദിക്കുമ്പോഴൊക്കെ അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയ കയറി കഴിയുമ്പം നേരെ ഓപ്പോസിറ്റ്, തനിക്ക് വേറെ വല്ല പണി ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അത് ബീപ്പെടും യൂട്യൂബ് ചാനല്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇതിന് മാത്രം വലിയൊരു പാപമാണോ ഞാൻ ചെയ്തത്? അപ്പോൾ ഞാനിത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പൃഥ്വിയുടെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്തു. പൃഥ്വി, ഇങ്ങനൊരു സംഭവം ഉണ്ട്, കുറേ ആൾക്കാർക്ക് ഇത് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നത്. പൃഥ്വി പറഞ്ഞാൽ അത് നോക്കണ്ട, നമ്മൾ ആഗ്രഹിച്ച പടം, ഞാൻ ആഗ്രഹിച്ച പടം, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, അതിൽ ഇതാണ് ഇതിന് വേണ്ടത്. നിങ്ങൾ ആദ്യം എനിക്ക് കുറേ സാധനങ്ങൾ തന്നു, നിങ്ങൾ എന്നെ പറ്റിക്കാനും നോക്കി, ഇടയ്ക്ക് അതൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു പുള്ളി. നമ്മളെപ്പോഴും തമാശ പറയുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ചില കണ്ടംപററി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് പറയുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ ഇടയ്ക്ക് അടിച്ചു കയറ്റും. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറയും, എനിക്ക് ആ ഫുൾ ഇഷ്ടപ്പെട്ടു, ഇടയിൽ എന്നെ പറ്റിക്കാൻ നോക്കിയ ആ ഇട്ട സാധനമില്ലേ അത് മാറ്റണം. ഞാൻ പറഞ്ഞു, പ്രത്യേകം അത് സൈഡിൽ കൂടി. പുള്ളി പറഞ്ഞു അത് വേണ്ട, അത് വന്നു കഴിഞ്ഞാൽ ഇതുമല്ല അത് വല്ലാണ്ടാവും.